അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മുടെ നാടുകളിൽ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാപമാണ് കൊലപാതകം, മനുഷ്യവധം എന്നുള്ളത്. നിസ്സാര കാര്യങ്ങൾക്ക് വരെ ഇന്ന് കേരളത്തിലും അതേപോലെ തന്നെ ലോകത്തും കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, സ്വത്തുക്കൾക്ക് വേണ്ടി, അങ്ങനെ പല രൂപത്തിൽ കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായിരിക്കും. അങ്ങനെ പല രൂപത്തിൽ ഒട്ടനവധി കൊലപാതകങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവന് വളരെയധികം വില കൽപ്പിക്കുന്ന മതമാണ്. ഒരാളെയും അന്യായമായി കൊണ്ട് ഉപദ്രവിക്കാൻ വരെ പാടില്ലതാണ്. പിന്നെയല്ലേ കൊലപാതകം. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഒരാളെ അന്യായമായി ഒരു കാരണവുമില്ലാതെ വധിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമാണ് എന്ന്. അതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിലപാട് എന്ന് പറയുന്നത്. ഒരാളെയും നമ്മൾ കൊലപാതകം നടത്താൻ പാടില്ല, രക്തം ചിന്താൻ പാടില്ല, അതിൻ്റെ പേരിൽ കലാപങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല. മാത്രവുമല്ല, നമുക്ക് കാണുവാൻ സാധിക്കും ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഒരാൾ തൻ്റെ സഹോദരന് നേരെ ആയുധം കൊണ്ട് ചൂണ്ടിയാൽ മലക്കുകൾ അവൻ്റെ പേരിൽ ലഅനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മലക്കുകൾ ശാപപ്രാർത്ഥന നടത്തും. അതുവരെ ഒരാളുടെ നേരെ ആയുധം ചൂണ്ടുന്നത് വരെ പരിശുദ്ധ ഇസ്ലാം വിരോധിക്കുകയുണ്ടായി. ഇന്ന് നിസ്സാര കാര്യങ്ങൾക്ക് വരെ ഒട്ടനവധി കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ അധികരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വിശ്വാസി എന്ന നിലക്ക് അത്തരത്തിലുള്ള ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകാൻ പാടില്ല. ഏറ്റവും വലിയ പാപമായിക്കൊണ്ടാണ് മനുഷ്യവധത്തെ, കൊലപാതകത്തെ പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, കലാപങ്ങൾ വരെ ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു വലിയ തിന്മയിൽ നിന്ന് നാം എല്ലാവരും വിട്ടുനിൽക്കുക. അള്ളാഹു നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.